Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അവളെ എനിക്ക് ഇഷ്ടമാണെങ്കിലും വിവാഹം കഴിക്കാൻ പറ്റില്ല. അവളെ എനിക്ക് ഇഷ്ടമാണെങ്കിലും വിവാഹം കഴിക്കാൻ പറ്റില്ല. Though I like her very much, I can't marry her. Though I like her very much, I can't marry her. എങ്കിലും എന്ന അർത്ഥത്തിലാണ് ദോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദോന് പകരം സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് വേണമെങ്കിൽ ഓൾദോ ഐ ലൈക്ക് ഹെർ വെരി മച്ച് ഐ കാൺട്ട് മാരി ഹെർ, അല്ലെങ്കിൽ ഈവൻ ദോ ഐ ലൈക്ക് ഹെർ വെരി മച്ച് ഐ കാൺട്ട് മാരി ഹെർ. അപ്പൊ മൂന്ന് തരത്തിൽ ഇത് നമുക്ക് പറയാം. ദോ ഉപയോഗിക്കാം, ഓൾദോ ഉപയോഗിക്കാം, ഈവൻ ദോ ഉപയോഗിക്കാം. ഈ മൂന്ന് വാക്കുകൾ തമ്മിൽ ഗ്രാമാറ്റിക്കലി ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ അത് കാര്യമാക്കേണ്ടതില്ല. എന്നോട് നേരെ പറയൂ, നിനക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ. എന്നോട് നേരെ പറയൂ എന്ന് പറയുന്നത് ഇവിടെ സത്യസന്ധമായി പറയൂ, അല്ലെങ്കിൽ വളച്ചുകെട്ടില്ലാതെ പറയൂ, നിനക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ. ടെൽ മീ സ്ട്രെയിറ്റ്, ഡു യു ലൈക്ക് മീ ഓർ നോട്ട്. ടെൽ മീ സ്ട്രെയിറ്റ്, ഡു യു ലൈക്ക് മീ ഓർ നോട്ട്. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഈ സത്യസന്ധമായി പറയൂ, വളച്ചുകെട്ടില്ലാതെ പറയൂ, നേർക്ക് പറയൂ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ സ്ട്രെയിറ്റ് ഉപയോഗിക്കുന്നത്. ടെൽ മീ സ്ട്രെയിറ്റ്, ഡു യു ലൈക്ക് മീ ഓർ നോട്ട്. എനിക്ക് അവനോട് പ്രേമമില്ലെന്ന് ഞാൻ വളച്ചൊടിക്കാതെ പറഞ്ഞു. I told him straight out that I didn't love him anymore. I told him straight out. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റിന്റെ കൂടെ ഔട്ട് എന്ന വാക്ക് ചേർക്കുന്നു. സ്ട്രെയിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ മുഖത്ത്, അതായത് നേരെ പറഞ്ഞു, വളച്ചൊടിക്കാതെ പറഞ്ഞു, എനിക്ക് അവനോട് പ്രേമമില്ലെന്ന്. I told him straight out that I didn't love him anymore. ഇതിനെ തന്നെ ഒരാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അതായത് ഞാൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് അവനോട് പ്രേമമില്ലെന്ന് എന്ന് പറയണമെങ്കിൽ I told it to his face that I did not love him anymore. I told it to his face that I did not love him anymore. അപ്പോ told it to his face ഒരാളുടെ മുഖത്ത് നോക്കി പറയുന്നതിനാണ്. അപ്പോ tell it to his face, tell it to her face. ഓക്കെ, ഞാൻ വീടെത്തിയ ഉടൻ തന്നെ ഉറങ്ങാൻ കിടന്നു. I went straight to bed when I got home. I went straight to bed when I got home. ഇവിടെ നമ്മൾ I went, ഞാൻ പോയി, straight to bed എന്ന് പറഞ്ഞാൽ ബെഡിന് നേരെ പോയി എന്നല്ല. straight to bed എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്നു എന്ന മീനിങ് ആണ്. when I got home അല്ലെങ്കിൽ when I reached home, ഞാൻ വീട് എത്തിയ ശേഷം അല്ലെങ്കിൽ വീട് എത്തിയ ഉടൻ I went straight to bed, ഞാൻ വേറൊന്നും ചെയ്തില്ല, നേരെ ഉറങ്ങാൻ കിടന്നു. ഞാൻ നേരെ വിഷയത്തിലേക്ക് കിടക്കാം. I'll get straight to the subject. I will get straight to the subject അല്ലെങ്കിൽ ടോപ്പിക്, വിഷയം, സബ്ജക്ട് അല്ലെങ്കിൽ ടോപ്പിക്. അപ്പൊ ഞാൻ നേരെ വിഷയത്തിലേക്ക് കിടക്കാം. I'll get straight to the subject. അവൾ നുണ പറയുകയാണെന്ന് എനിക്ക് ഉടൻ തന്നെ മനസ്സിലായി. I knew straight away that she was lying. നോന്റെ പാസ്റ്റ് ടെൻസ് ആണ് ന്യൂ. അപ്പൊ എനിക്ക് മനസ്സിലായി, സ്ട്രെയിറ്റ് അവേ, നേരെ തന്നെ, ഉടൻ തന്നെ, പെട്ടെന്ന് തന്നെ മനസ്സിലായി that she was lying എന്ന് പറഞ്ഞാൽ നുണ പറയുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് എന്ന വാക്കിന്റെ കൂടെ away എന്ന വാക്ക് ചേർത്തിരിക്കുകയാണ്. സോ I knew straight away that she was lying. വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ നേരെ എന്നെ വിളിക്കുക. If anything happens, call me straight away. If anything happens, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ call me straight away, ഉടൻ തന്നെ എന്നെ വിളിക്കൂ. എന്നെ ജോലിക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ തുടങ്ങാം. അതായത് ഞാൻ ഉടനെ തന്നെ ജോലി ആരംഭിക്കാം. If you select me for the job, I will start straight away. If you select me for the job, I will start straight away. അപ്പൊ ഇവിടെ നമ്മൾ straight away എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പൊതുവെ സ്ട്രെയിറ്റ് എന്ന വാക്കിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള വാചകങ്ങളാണ് മനസ്സിലാക്കിയത്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.